മൂന്നാമതായി ഞാൻ പറഞ്ഞ ഈ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഒന്നാമതായി നാം പറഞ്ഞത് ദൈവം ആരാകുന്നു എന്നുള്ള ചിന്തയ്ക്ക് എ ഗോഡ് ഹു ഈസ് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ. രണ്ടാമത് എ ഹ്യൂമൻ ഹു ഈസ് ഗോയിങ് ടുവേർഡ്സ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിങ്കിലേക്ക് പോകുന്നതായ ഒരു മനുഷ്യൻ, അവൻ മോഹിക്കുന്നത് ദൈവത്തെയാകുന്നു. അവൻ ദൈവത്തിങ്കിലേക്ക് ആയിത്തീരുകയാകുന്നു. ഈ ആയിത്തീരുക എന്നുള്ള വാക്ക് സുറിയാനി സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇത് ഒക്കെയും എഴുതിയ പഴയ പിതാക്കന്മാരാണ്. മാബുഗിലെ ഫിലക്സിനോസ് പിതാവ് തന്നെ വീണ്ടും എഴുതുന്നുണ്ട്, ഒരുവൻ്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവൻ ആയിത്തീരലിലൂടെ ബിക്കമിങ് പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അവൻ ദൈവത്തിങ്കിലേക്കുള്ള ഒരു യാത്രയാണ്. നാം ഓരോരുത്തരും ദൈവത്തെ ധരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഒരു ആയിത്തീരൽ പ്രക്രിയയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ ആ പ്രക്രിയയിൽ നമുക്കൊരു ദിവസം കൊണ്ട് ഇതിനുള്ളിലേക്ക് കയറുവാൻ സാധിക്കുകയില്ല. പോലീസിൻ്റെ കുപ്പായം അത് കടയിൽ പോയി വാങ്ങി ഒരു മനുഷ്യൻ അതിനുള്ളിലേക്ക് കയറിയാൽ അവൻ പോലീസാകുകയില്ല. പുരോഹിതന്റെ കുപ്പായം ശരീരത്തിലേക്ക് എടുത്തിട്ട് ഒരാൾ അവിടെ നിന്നാൽ അദ്ദേഹം പുരോഹിതനാകുകയില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പുറമേയുള്ള കുപ്പായം കൊണ്ട് ഒരു മനുഷ്യൻ അതായിത്തീരുകയില്ല. ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ യാത്രയാകുന്നു, ഒരു തീർത്ഥാടനമാകുന്നു. മാമോദീസായിലൂടെ തുടങ്ങി നിത്യേനയുള്ള ദൈവത്തിൻ്റെ ശരീരരക്തങ്ങളിലൂടെയുള്ള ഒരു ആയിത്തീരലാണ് ഒരു പക്ഷേങ്കിൽ ധരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്നത്. ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ, രണ്ടാമത്തെ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഓർപ്പിക്കട്ടെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ തേജസ്സിനെ, യേശുക്രിസ്തുവിനെ നാം ധരിക്കുകയും അത് ദൈവത്തിൻ്റെ വലിയ പ്രകാശമായി മാറുവാനുള്ള സാധ്യതകളാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തെ മറക്കുവാനല്ല, പക്ഷികളെ പോലെ പറന്നു പോകുവാനല്ല, നാൽക്കാലികളെ പോലെ ബുദ്ധിയില്ലാതിരിക്കുവാനല്ല, ഇഴജന്തുക്കളെ പോലെ എതുവഴിയെങ്കിലും നടക്കുവാനല്ല, മറിച്ച് എൻ്റെ ആലയത്തിലേക്ക് വരുന്ന എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ബലിപീഠത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന എൻ്റെ ശരീരവും രക്തവും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആയിത്തീരുവാനുള്ള ഒരു വലിയ, എന്തായിത്തീരുവാൻ നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി. ദൈവം ഏദനിൽ ആദമിനെ ആദ്യം എങ്ങനെ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിയുടെ രൂപം പോയപ്പോൾ വീണ്ടും ആ രൂപത്തിലേക്കുള്ള ഒരു ആയിത്തീരലാകുമ്പോൾ, ധാരണം അല്ലെങ്കിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ആ വലിയ സാധ്യതകളെ നാം തിരികെ കൊണ്ടുവരികയാണ്. മൂന്നാമതായി, യേശു ക്രിസ്തുവിനെ ധരിച്ചാൽ അത് ലോകത്തിന് പ്രതിഫലിക്കണം. ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചു എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. നമ്മൾ സാധാരണ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണ്. സെൻ്റ് എന്ന് നമ്മൾ സാധാരണ പറയും. പെർഫ്യൂം ഉപയോഗിക്കാത്ത അനേകം ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, ഇവിടെ കുറച്ച് സമയമെങ്കിലും നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. എന്തുകൊണ്ടാണ് പെർഫ്യൂം ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നാം പെർഫ്യൂം ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്താണ്? നമുക്കറിയാം നമ്മളിൽ തന്നെ പലപ്പോഴും ദുർഗന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല തിരിച്ചറിവാണ്. രണ്ടാമതായി, നമ്മുടെ അടുത്തുകൂടെ പോകുന്ന ആളിന് മനസ്സിലാകണം നമ്മളിൽ എന്തുണ്ട് എന്ന്, ദുർഗന്ധമുണ്ടെന്ന്, സുഗന്ധമുണ്ട് എന്ന് തിരിച്ചറിയണം. എന്നാൽ ഈ പെർഫ്യൂം കാണുവാൻ സാധിക്കുമോ? നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമോ? ഇല്ല. ദൈവത്തെ ധരിച്ചു എങ്കിൽ കാണുന്നതിലുപരിയായി മറ്റുള്ളവന് അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാകുന്നു, യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു, യേശു ക്രിസ്തുവിനെ അവരിലേക്ക് എത്തിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ ദി അതർ. അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരൻ, മറ്റൊരുവൻ. ആധുനിക ലോകത്തിൽ അപരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രതിബദ്ധതയുമുള്ളവനല്ല.
എനിക്ക് പ്രതിബദ്ധത എന്നോട് മാത്രമാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് എന്തിനാണ് പ്രതിബദ്ധത? എൻ്റെ ഭാര്യയോട് എന്തിനാണ് എനിക്ക് പ്രതിബദ്ധത? എൻ്റെ അയൽപക്കക്കാരനോട് എന്തിനാണ് എനിക്ക് പ്രതിബദ്ധത? ഞാൻ എന്നെ സ്നേഹിക്കുന്നു, മറ്റൊരാൾ എൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമല്ല, അദ്ദേഹം അപരനാകുന്നു. അതല്ല എങ്കിൽ മറ്റൊരാൾ എൻ്റെ ഉപഭോക്താവാകുന്നു. എനിക്ക് അദ്ദേഹത്തെ കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഒരു കോൾ നമ്മൾ ഒരാളെ വിളിച്ച് കഴിയുമ്പോൾ അദ്ദേഹം വേറൊരു ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു റെക്കോർഡ് ചെയ്ത ഒരു ഭാഗം കേൾക്കാനായിട്ട് സാധിക്കും. എന്താ പറയുന്നത്? പ്ലീസ് വെയിറ്റ്. എന്താണ്? അദ്ദേഹം വേറൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരാണ്? ക്ലൈൻ്റാണ്. അച്ഛനാണെങ്കിലും മെത്രാപ്പോലിത്ത ആണെങ്കിലും ആരാണെങ്കിലും ഫോണിൽ നിന്ന് വരുന്നത് ക്ലൈൻ്റ് എന്നുള്ള വാക്കാണ്. നമ്മളൊരു ഉപഭോക്താവാണ്. നമ്മളൊരു കടയിൽ പോയാൽ നമ്മളൊരു ഉപഭോക്താവാണ്. എനിക്കെന്ത് ഗുണമാണ് ലഭിക്കുന്നത്? മറ്റൊരാളിൽ നിന്ന് എനിക്കെന്ത് ഗുണം ലഭിക്കുമെന്നുള്ളതാണ് അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തുവിനെ ഒരു പക്ഷേങ്കിൽ ധരിച്ചാൽ എനിക്ക് അവരിൽ നിന്ന് എന്ത് ലഭിക്കുമെന്നുള്ളതല്ല, ഞാൻ മുഖാന്തരം അവരന് എന്ത് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നാം കാണേണ്ടുന്നതായ ഭാഗമെന്ന് ഓർപ്പിക്കട്ടെ. അനേക സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ അപരന്മാർ പ്രത്യക്ഷപ്പെടാറുണ്ട്. കുടുംബ ജീവിത ബന്ധങ്ങളിൽ, ഇടവക ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിലൊക്കെയും ഒരുപാട് അപരന്മാരുണ്ട്. നമുക്കിഷ്ടപ്പെടാത്ത അപരന്മാരുണ്ട്. ആ അപരന്മാരിൽ ആരെ നാം കാണും എന്ന് ശ്രദ്ധിക്കണം. നാസിയാനസിലെ ഗ്രിഗോറിയോസ്, നൈസിയയിലെ ഗ്രിഗോറിയോസ്, അവർ ലാസറിനെ പറ്റി, വേദപുസ്തകത്തിലെ ലാസറിനെ പറ്റി ഒരു എഴുത്തെഴുതുകയുണ്ടായി. 4-ാം നൂറ്റാണ്ടിൽ അവർ എഴുതുന്ന എഴുത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. കപ്പദോഷ്യ ഭാഗത്ത് കുഷ്ഠരോഗികളുടെ എണ്ണം കൂടുകയാണ്. കുഷ്ഠരോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ഇടവകകളിലെ ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് വരാതെയായി. വിശുദ്ധ കുർബാനയ്ക്ക് കടന്നു വരാതെ വന്നപ്പോൾ കാരണമന്വേഷിച്ചു. അപ്പോൾ കുഷ്ഠരോഗികൾ ആ സമൂഹത്തിലുണ്ട്, ഇടവകയിലെ ആളുകളിലും കുഷ്ഠം ബാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവുണ്ടായി. അന്ന് അവർ നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെയും ലഭ്യമാണ്. അതിലേറ്റവും പ്രസക്തമായി എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, ആ കുഷ്ഠരോഗിയിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടു എന്നുള്ളത് കൊണ്ട് ആ ക്രിസ്തുവിനെ കാണുവാൻ നീ ദേവാലയത്തിലേക്ക് വരിക എന്നെഴുതിയതായ നൈസിയയിലെ ഗ്രിഗോറിയോസിൻ്റെ ഒരു ഭാഗമുണ്ട്. ഞാനായിരിക്കുന്ന സമൂഹത്തിൽ കാണുവാൻ ഇഷ്ടമില്ലാത്ത ഒരുവനിൽ ക്രിസ്തുവിൻ്റെ രൂപത്തെ കാണുവാനായിട്ട് സാധിക്കേണ്ടുന്നതായ ആവശ്യം. കേരളത്തിന് വെളിയിൽ ഒരു ഇടവകയിൽ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പുരോഹിതന്മാരിവിടെയുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. ഒരു ക്രിസ്തുമസിന് ഇടവകയുടെ ക്രിസ്മസ് കരോൾ സംഘം പോവുകയാണ്. ആ കരോൾ സംഘത്തിൽ ഇങ്ങനെ പോകുമ്പോൾ വൈകുന്നേരമാണ് ക്രിസ്മസിൻ്റെ കരോൾ സംഘം നടക്കുന്നത്. ആ ഒരു ദിവസം ഞങ്ങൾ പോയതിൽ ഒരു ദിവസം ക്രിസ്മസ് പാപ്പയാകുവാനായിട്ട് ആരും തയ്യാറല്ല. അതുകൊണ്ടുള്ള യുവാക്കന്മാർക്ക് ഈ ക്രിസ്മസ് പാപ്പയാകുവാൻ സാധിക്കില്ല, എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ആ ദേവാലയം നോക്കുവാനുള്ള ഒരാൾ, ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ ആ ദേവാലയത്തിലുണ്ട്. അദ്ദേഹം അവിടുത്തെ ഈ സൂക്ഷിപ്പുകാരൻ പോലെ ഗേറ്റ് അടയ്ക്കുക, അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന മനുഷ്യനാണ്. അവസാനം എല്ലാവരോടും പറഞ്ഞു, അദ്ദേഹത്തിനാകാമോ ക്രിസ്മസ് പാപ്പയാകാൻ? അദ്ദേഹം മലയാളിയല്ല. അവസാനം മലയാളിയല്ലാത്ത അദ്ദേഹത്തെ ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിപ്പിച്ചു. അദ്ദേഹം വീടുകൾ കയറിയിറങ്ങുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം കുറച്ച് ഡാൻസൊക്കെ അറിയാവുന്നതാണ്. ഇന്നിപ്പോൾ പാപ്പ ഡാൻസ് കളിച്ചില്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം ഡാൻസ് കളിക്കുവാനായിട്ട് തുടങ്ങി. വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഭവനങ്ങൾ കടന്ന് അവസാനം വൈകുന്നേരം അത്താഴം ഒരുക്കിയ വീട്ടിൽ ക്രിസ്മസ് പാടുവാനായിട്ട് ചെന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ ക്രിസ്മസ് പാടിയതിന് ശേഷം അത്താഴ സദ്യ ഒരുക്കി
വന്ന അച്ഛൻ, ഞാനുണ്ട്, മറ്റൊരച്ഛനുണ്ട്, അതുപോലെ തന്നെ പള്ളിയിലെ ചില പ്രമാണിമാർ ഒരുമിച്ച് ഊണുമേശയിലേക്ക് ഇരിക്കുന്നു. ഈ സമയത്ത് ആരോ അവിടെ നിന്ന് പറഞ്ഞു, ക്രിസ്മസ് പാപ്പയും കൂടെ അവിടെ ഇരുത്തി ഭക്ഷണം നമുക്ക് കൊടുക്കാം. അങ്ങനെ ക്രിസ്മസ് പാപ്പയെ വിളിച്ചു. നിങ്ങൾക്കറിയാം, ക്രിസ്മസ് പാപ്പ വെച്ചിരിക്കുന്നതായ മുഖംമൂടി കൊണ്ട് അദ്ദേഹത്തിന് കഴിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖംമൂടി മാറ്റുകയും അദ്ദേഹത്തിൻ്റെ കുപ്പായം ഊരുകയും ചെയ്ത സമയത്ത് ആ വീട്ടുനായകൻ പറഞ്ഞു, ഇറങ്ങിപ്പോ പുറത്ത്, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവനല്ല, നീ ഈ വീടിനുള്ളിൽ കയറി വന്നിരിക്കുന്നുവോ? അത്രയും നേരം പുറംചട്ടയിൽ ക്രിസ്തുമസ് പാപ്പയുടെ ചുമന്ന കുപ്പായവും താടിയും വെച്ച് ആടിക്കൊണ്ടിരുന്ന ആൾ ആ സമയത്ത് അവൻ്റെ ഭവനത്തിനുള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ യോഗ്യതയില്ലാത്തവനായി മാറി. എന്ത് ക്രിസ്തുമസ് ആണ് നാം ആചരിക്കുന്നത്? എവിടെയാണ് അപരൻ? എവിടെയാണ് ഈ അപരനിലൂടെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ടവരെ, അനേക ജീവിതങ്ങൾ ഇന്നും അപരന്മാരായി മാറുമ്പോൾ നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്ക് ക്രിസ്തുവാകുവാൻ, ക്രിസ്തുവിൻ്റെ ജഡം ധരിക്കുവാൻ, ക്രിസ്തുവിലൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാറ്റങ്ങളുടെ വലിയ പട്ടികയുണ്ടാകും. അടുത്ത കാലത്ത് 3 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ എൻ്റെ ഇനാരുടെ കൊച്ചിൻ്റെ മാമോദീസായ്ക്ക് പോയിട്ട് വന്നു. 5 ലക്ഷം രൂപയായിരുന്നു ചിലവ്, മാമോദീസായ്ക്ക് ശേഷമുള്ള ചിലവുകൾ. തന്നെയുമല്ല, അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഭാഗം ഇതാണ്: ആ അച്ഛൻ അത് മുഴുവൻ കുളമാക്കി കളഞ്ഞു. എന്താ കുളമാക്കിയത്? അച്ഛൻ നീട്ടിക്കളഞ്ഞു. വിശുദ്ധ കുർബാന ചൊല്ലി മാമോദീസായും നന്നായി പുരോഹിതൻ നടത്തിയപ്പോഴേക്കും ഏതാണ്ട് 11:30 അതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന ഗസ്റ്റുകളെ പൂർണ്ണമായി അദ്ദേഹത്തിന് സൽക്കരിക്കുവാനോ നന്നായി ഫോട്ടോ എടുക്കുവാനോ ഒന്നും സാധിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആ പുരോഹിതനത് കുളമാക്കി, 5 ലക്ഷം രൂപ ചിലവായി. അനുഗ്രഹിക്കപ്പെട്ടവരെ, 2012 കണക്കനുസരിച്ച് കേരളത്തിൽ 12 ലക്ഷം ജനങ്ങൾക്ക് ഭവനങ്ങളില്ല എങ്കിൽ ഈ പന്തലിരിക്കുന്ന നമ്മളിൽ 10% ആളുകൾക്ക് ക്രിസ്തുവിനെ ധരിക്കുവാൻ സാധിച്ചാൽ എന്തായിരിക്കും നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ, നാം ആയിരിക്കുന്ന സഭയുടെ, ഇടവകകളുടെ വ്യത്യാസം? ക്രിസ്തുവിലൂടെ മാറ്റം സംഭവിക്കുന്നത് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നാം ഇരിക്കുന്ന ഈ വലിയ പന്തലിൽ നമ്മളിൽ ക്രിസ്തു ജനിച്ചാൽ എത്ര കുടുംബങ്ങളുടെ നന്മയിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു ജനിച്ചാൽ എത്ര കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾക്ക് മാറ്റം വരുവാൻ, എത്രയോ ആളുകൾ രോഗികളായിരിക്കുന്നവർക്ക് നല്ല സംരക്ഷണം നൽകുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേങ്കിൽ നാം ഇത് ചെയ്യുമ്പോൾ നമ്മെയും നാം പിതാക്കന്മാരെ പോലെ ദൈവത്തെ ധരിക്കുവാനുള്ള സാധ്യതയായതുകൊണ്ട് തെറ്റു പറഞ്ഞെന്നിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ 2-ാം ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ അവർ വട്ടനെന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാതെ നടന്നിട്ടുണ്ട്, ഞാൻ നഗ്നനായി നടന്നിട്ടുണ്ട്, ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്, ഞാൻ കപ്പലിൽ മാത്രമായിരുന്നിട്ടുണ്ട്, ഞാൻ വെള്ളത്തിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പൂർണ്ണമായുള്ള രൂപാന്തരം ആന്തരികമായി വന്ന് അത് സുഗന്ധമായി നാം ജീവിക്കുന്ന ഭവനങ്ങളിലൂടെയും ഇടവകകളിലൂടെയും സമൂഹത്തിലൂടെയും ക്രിസ്തുവിൻ്റെ രൂപങ്ങളെ ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അപരനിൽ ക്രിസ്തുവിനെ കാണിക്കുവാനും കാണുവാനും സാധിക്കുന്ന യാത്രയാകുന്നു യേശു ക്രിസ്തുവിലൂടെയുള്ള യാത്രയിൽ നാം ആഗ്രഹിക്കേണ്ടതും റോമർക്ക് പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നതുമായ ഭാഗം. അദ്ദേഹം 15-ാമത്തെ അധ്യായത്തിൽ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുന്നതെന്ന് അറിയുമോ? റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ: എന്നാൽ ശക്തനായ നാം അശക്തരുടെ ബലഹീനതകൾ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുവൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. സഭ വളർന്നത് തന്നെ 1-ാം നൂറ്റാണ്ട് മുതൽ സഭ ലോകത്തിലെമ്പാടും വളർന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിലൂടെ അനേക ജാതികൾ, അനേക ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യത്തിലൂടെ ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുവാൻ സാധിച്ചുവെങ്കിൽ
ഇന്ന് 2000 വർഷങ്ങൾ കൊണ്ട് നാം ക്രിസ്തുവിനെ ധരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ഇന്ന് ഈ വാക്യങ്ങൾ എങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നു? എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകൾ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കുകയും വേണം. മൂന്നാമത്തെ ഭാഗം പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അവരനിൽ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കട്ടെ. 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചത്: ദൈവം മനുഷ്യനായി നമ്മോടുകൂടെ വസിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അന്യോന്യം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രതിരൂപത്തെ കാണുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി, ആ ദൈവത്തെ ധരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ഉപേക്ഷിക്കേണ്ടുന്നത്, എന്താണ് സ്വീകരിക്കേണ്ടുന്നത്? ശീലമില്ലാത്തതിനെ കളയുകയും ശീലമുള്ളതിനെ നാം എന്താണ് ശീലിച്ചത് എടുക്കുകയും വേണം. ദൈവത്തെ നാം ശീലിച്ചുവെങ്കിൽ ദൈവത്തെ സ്വീകരിക്കുവാൻ സാധിക്കണം. ആധുനിക ലോകത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ, ശീലമില്ലാത്തതിനെ നാം കളയുവാൻ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാതിരിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ നമുക്ക് വേണ്ടതിനെ നാം കളയുകയും വേണ്ടാത്തതിനെ എടുക്കുകയും ചെയ്യുകയാണ്. ഒരു ഉദാഹരണം ഓർപ്പിക്കട്ടെ. ഒരു മാമ്പഴം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നിരിക്കട്ടെ. ഒരു മാമ്പഴം നാം വാങ്ങിച്ചാൽ നാം എന്താണ് എടുക്കുന്നത്? മാമ്പഴത്തിൻ്റെ മുകളിലുള്ളതായ മാംസഭാഗം നാം എടുത്ത് ഭക്ഷിക്കാറുണ്ട്. സത്യത്തിനൊരു മാമ്പഴത്തിലെ ജീവനുള്ള ഭാഗം എന്താണ്? മാങ്ങയുടെ സീഡ്, അതല്ലെങ്കിൽ അതിനുള്ളിലുള്ളതായ വിത്താണ്. വിത്ത് നാം കളയും. അതുകൊണ്ട് ഇനി മുതൽ മാമ്പഴം വാങ്ങിച്ച് വിത്ത് കഴിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലോ ജീവനുള്ളതിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. അതാണ് എന്ത് മോഹിക്കണം? ജീവനുള്ള ദൈവത്തെ നാം മോഹിക്കണം. മൂന്നാമതായി, അങ്ങനെ നാം മോഹിക്കുമ്പോൾ ആരാണ് നമ്മൾ ജഡം ധരിക്കുന്നത്? ക്രിസ്തു ജഡം ധരിക്കുന്നു. അതവിടെ വെച്ചേക്കുവാനുള്ളതല്ലല്ലോ. ആ ക്രിസ്തു അവരനിൽ കാണുവാനും അവരന് കൊടുക്കുവാനും സാധിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ നാം ധരിക്കുന്നത് പരിശുദ്ധ സഭയിലൂടെ, സമൂഹത്തിലൂടെ, ലോകത്തിലെമ്പാടും നാം ക്രിസ്തുവിനെ ധരിച്ചവരായി ക്രിസ്തുവിൻ്റെ തേജസ്സിലൂടെ ലോകത്തിന് സാക്ഷികളായി തീരും. അവിടെ സഭ മഹത്വപ്പെടും. സഭയിലൂടെ കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിലെമ്പാടും പോകും. എങ്ങനെ? നാം ജീവിക്കുന്നതിലൂടെ. ജീവിക്കുന്നവനായ ദൈവം നമ്മളിൽ കാണുമ്പോൾ മറ്റുള്ളവർ, അതാരുമായിക്കൊള്ളട്ടെ, എന്നോട് പറഞ്ഞതായ ആലീസ് എന്ന് പറയുന്ന അമ്മച്ചി എന്തുകൊണ്ട് ദൈവം ജീവിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകും. നമുക്കിന്നൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. എന്താണ് തീരുമാനം? ഞാൻ ഇന്ന് ക്രിസ്തുവിനെ ധരിക്കുവാൻ പോവുകയാണ്. ക്രിസ്തുവിനിൽ ജനിക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറം ജനിക്കുമ്പോൾ തന്നെ ധരിക്കുവാൻ പോവുകയാണ്. ഇനി എന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു. അവരനിൽ, എൻ്റെ മുമ്പിലുള്ളവനിൽ ക്രിസ്തുവിനെ കാണുവാനും ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ കൊടുക്കുവാനും എനിക്ക് സാധിക്കണം. അതിനായി ഈ വർഷത്തെ ഈ സുവിശേഷവും ഈ ചിന്താവിഷയവും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നിത്യനും ഞങ്ങളെ സ്നേഹിക്കുന്നവനും നിന്റെ രൂപം ഞങ്ങൾക്ക് ദാനമായി തന്നവനുമായ നാഥ, ഏദനെന്ന പർദീസയിൽ നിന്റെ വസ്ത്രം ഞങ്ങൾക്ക് നീ തന്നു. എന്നാൽ ബേത്ലഹേമിൽ ഞങ്ങളുടെ വസ്ത്രം നീ എടുക്കുവാനായി തുനിഞ്ഞു. രണ്ടിനും നീ ആഗ്രഹിച്ചത് നീ സൃഷ്ടിച്ച മനുഷ്യൻ നിന്നോടൊപ്പം എപ്പോഴും ആകണമെന്നായിരുന്നു. നാഥ, ഇന്ന് ഞങ്ങൾ നിന്നെ ധരിക്കുന്നു. ഞങ്ങളെ കാണുന്നവർക്ക്, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സമൂഹത്തിന്, ഞങ്ങൾ ജീവിക്കുന്ന ഭവനത്തിന്, ഞങ്ങളുടെ ഭവനത്തിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യഭർത്തൃ ബന്ധത്തിൽ, ഇടവക ബന്ധത്തിൽ, സമൂഹത്തിൽ എല്ലായിടത്തും ക്രിസ്തുവിനെ കാണിക്കുവാനായി, ധരിച്ച ക്രിസ്തുവിനെ ലോകം ആസ്വദിക്കുവാനായി, ധരിച്ച ക്രിസ്തുവിനെ ലോകത്തിന് നല്ല ഒരു മാതൃകയാക്കി കാണിക്കുവാനായി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അത് മുഖാന്തരം സഭയും സമൂഹവും ഞങ്ങളായിരിക്കുന്ന ദേശവും ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സുഗന്ധം ലഭിക്കുന്ന ഒന്നായി തീരുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനുപയുക്തമാക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക, യേശു ക്രിസ്തുവിനെ ധരിച്ചു
യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക.